ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടാണ് നമ്മൾ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, വിഷു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് നമ്മുടെ തേങ്ങത്രകാവ് നമ്മുടെ ഗ്രാമത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഇന്ന് പള്ളിവേട്ട, നാളെ രാവിലെയാണ് ആറാട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്പലത്തിലെ ആറാട്ടും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നത്. ദേശത്തെ എല്ലാവരും ഇന്ന് അവിടെ ഉണ്ട്, അവിടെ പള്ളിവേട്ട കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പഞ്ചവാദ്യം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരം വൈകി, കാരണം അപ്പൂസിന് വയ്യാത്ത കാരണം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി. അത് കാരണം തൃശ്ശൂർ ഇത്തിരി ബ്ലോക്ക് കിട്ടി. അതൊക്കെ കാരണമായ കാരണം നമ്മൾ ഇത്തിരി ബ്ലോക്കിൽ പെട്ടു. ഇല്ല കീർത്തോ? യെസ്, ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കീർത്തും കൂടിയിട്ട് ഇപ്പോൾ പോവാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയും നാളത്തെ പകല് അതുപോലെ തന്നെ നാളത്തെ ഫുൾ ഡേ ആയിട്ടാണ് ഞങ്ങളിന്ന് വരാൻ പോണത്. അപ്പോൾ എന്തായാലും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ, ഒരു കാര്യം പറയാനുള്ളത്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാക്കിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേര് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ നോക്കുക, കാരണം ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആറാട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാൻ പോവാം. ഓക്കെ ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ആറാട്ടാണ്. അപ്പോൾ ഇന്നലെ പള്ളിവേട്ടയും കാര്യങ്ങളായിരുന്നു. പഞ്ചവാദ്യത്തോടു കൂടി പള്ളിവേട്ട ഉണ്ടായിരുന്നു. പള്ളിവേട്ട കാണാൻ പറ്റില്ല, കാരണം മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം. അമ്പെയ്ത്താണ്, കാടിനുള്ളിൽ പോയിട്ട് അമ്പെയ്ത്തുണ്ട്. അമ്പെയ്തിട്ട് പന്നീനെ പിടിച്ച് പള്ളിവേട്ട നടത്തിയിട്ടാണ് വരാ. അങ്ങനെയാണ് ഒരു ആചാരം പറയണത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പരിപാടി ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പൂസിന് വയ്യാതെ ആശുപത്രി പോയേക്കായിരുന്നു. ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. ഇന്നലെ നേരം വൈകിട്ടാണ് ഞങ്ങൾ കിടന്നത്. അപ്പോൾ അവന് നല്ല പോലെ പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആറാട്ട്. അപ്പോൾ പള്ളിവേട്ട ചടങ്ങ് കഴിഞ്ഞിട്ട് ഭഗവാൻ ഉറങ്ങി, വേട്ട കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആറാട്ടിന് വേണ്ടിയിട്ട് പശുക്കിടാവിൻ്റെ എന്താ പറയുക ശബ്ദം കേട്ടിട്ട് ഉണർന്നിട്ട് നേരെ കുളത്തിൽ പോയിട്ട് ആറാടിയിട്ട് വീണ്ടും ആനപ്പുറത്ത് ഏറി അമ്പലത്തേക്ക് വരുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ് കേട്ടോ ആറാട്ട് എന്ന് പറയണത്. അപ്പോൾ ഞങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നേരം വൈകി കിടന്ന കാരണം കുറച്ച് ലേറ്റായി. ഇപ്പോൾ അതെ അമ്മ പോയിട്ടുണ്ട്, അമ്മയും അച്ഛനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുളത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവിടെ നിന്ന് എഴുന്നള്ളിച്ചിട്ട് പാണ്ടിമേളത്തോട് കൂടിയിട്ടാണ് ഇനി ഭഗവാന്റെ എഴുന്നള്ളത്ത്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങളിന്ന് പോണത്. അത് ഏകദേശം ഉച്ച വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നേരെ ഭഗവാൻ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ കൊടിമരം ആന ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കലാണ്. അപ്പോൾ അന്നത്തെ ആറാട്ട് അപ്പോൾ ഞങ്ങളുടെ അവസാനിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് യുവജന സംഘം കുളങ്ങാട്ടുകരയുടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. സരിക ചിങ്കാരിമേളം, അതുപോലെ തന്നെ ഷാവുലിൻ്റെ ചെണ്ട് അവിടെ ആയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക നാടൊന്ന് കറങ്ങി ജസ്റ്റ് ഒരു തെയ്യക്കാഴ്ച എന്ന് പറയും, അത് ഉണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ അതേ അമ്പലത്തേക്ക് പോവാൻ റെഡിയായി, എൻ്റെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്തുവണ്ടി കൂടി ഉണ്ട്. നമ്മുടെ മിന്നൂസ് എവിടെ ഇന്ന് കാഴ്ച കാണാൻ കേട്ടോ. 2 ദിവസം ഒരാഴ്ചയായി ആളൊറ്റയ്ക്കാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകും വൈകുന്നേരം, പിന്നെ രാത്രി ആകുമ്പോഴാണ് എത്താറ്. അപ്പോൾ എന്തായാലും ഇതേ റെഡിയായി വന്നിട്ടുണ്ട്. അതെ, സെറ്റ് മുണ്ടാണ് ചുറ്റിയാണത്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തേക്ക് പോകല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ആറാട്ടും പാണ്ടിമേളവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ബൈ.
ആരും വിളിക്കാനല്ലേ പറഞ്ഞു എടാ കത്തിയില്